വയനാട് സീറ്റിൽ സ്ഥാനാർത്ഥിത്വം വൈകുന്നത് യുഡിഎഫിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. സിദ്ദിഖ് സ്ഥാനാർത്ഥിയായതോടെ ആവേശത്തിലായ കോൺഗ്രസ് ക്യാമ്പ് ഇപ്പോൾ പക്ഷേ മ്ലാനതയിലാണ്. രാഹുലിന് സ്വാഗതമോദി പരിപാടികൾ സംഘടിപ്പിച്ചുവെങ്കിലും എഐസിസി തീരുമാനം പറയാത്തതോടെ അത്തരം പരിപാടികളും നിർത്തിവെക്കേണ്ട അവസ്ഥയായി. ഇനി അഥവാ രാഹുൽ മത്സരിച്ചില്ല എങ്കിൽ പകരം വരുന്ന സ്ഥാനാർത്ഥിക്ക് എതിരാളിക്കൊപ്പം ഓടിയെത്താൻ ഏറെ വിയർക്കേണ്ടിയും വരും. മുജീബ് റഹ്മാൻ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നൊപ്പം അസ്ലം തിരുവനന്തപുരത്ത് നിന്ന്. മുജീബ്, എന്താണ് വയനാട്ടിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? രാഹുൽ ഗാന്ധി വരുന്നു എന്ന പേരുള്ള ആവേശം ആദ്യ ദിവസങ്ങൾ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ അനിശ്ചിതത്വമാണ് ഉള്ളത്. രാഹുൽ അഥവാ വന്നില്ലെങ്കിൽ പോലും ഇനി പ്രചാരണ ഘട്ടത്തിൽ മുന്നോട്ട് പോവുക വലിയ പ്രതിസന്ധിയായി യുഡിഎഫിന്റെ മുൻപിലുണ്ടോ? നിഷാദ്, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുകയും രാഹുലിന്റെ വയനാട്ടിലേക്കുള്ള വരവ് തീർത്തും അനിശ്ചിതത്തിലാവുകയും ചെയ്തൊരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ വയനാട്ടിലെ പ്രവർത്തകരിലുള്ള യുഡിഎഫ് പ്രവർത്തകരിലുള്ള ആവേശം അത് ആശങ്കയിലേക്ക് വഴിമാറുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കി എൽഡിഎഫ് സ്ഥാനാർത്ഥി വളരെയേറെ മുന്നോട്ട് പോയിരിക്കുന്നു. രണ്ടാം ഘട്ടത്തിൽ കൺവെൻഷനുകളുമായി എൽഡിഎഫ് സ്ഥാനാർത്ഥി വയനാട്ടിലുടനീളം സജീവമായി തന്നെ രംഗത്തുണ്ട്. ഈ സന്ദർഭത്തിൽ പോലും യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഒരു സ്ഥാനാർത്ഥിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടികൾക്ക് ഇപ്പോഴും തുടക്കം കുറിക്കാനായിട്ടില്ല. ടി സിദ്ദീഖ് വയനാട്ടിലെത്തി വളരെ ആവേശത്തോടു കൂടി തന്നെ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയതായിരുന്നു. പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലായി. ഇതിനകം യുഡിഎഫിന്റെ 3 കൺവെൻഷനുകൾ നടന്നു കഴിഞ്ഞു. നിയോജക മണ്ഡലം കൺവെൻഷനുകൾ കൽപ്പറ്റയിലും മാനന്തവാടിയിലും തിരുവമ്പാടിയിലുമാണ് കൺവെൻഷനുകൾ നടന്നത്. നാളെ യുഡിഎഫിന്റെ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലം കൺവെൻഷൻ കൂടി നടക്കുകയാണ്. പക്ഷേ ഈ കൺവെൻഷനുകളിലെല്ലാം തന്നെ ഒരു സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാണിക്കാനാവാതെ അല്ലെങ്കിൽ കൃത്യമായി ഒരു സ്ഥാനാർത്ഥിയെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചരണങ്ങൾ നടത്താനാവാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു നിരാശ ഇവരിലുണ്ട്. രാഹുൽ ഗാന്ധി വരാൻ സാധ്യത കുറവാണെന്നും അത് പിന്നീട് വീണ്ടും ടി സിദ്ദീഖ് തന്നെയാണ് വരാൻ പോകുന്നത് എന്നുമുള്ള ഒരു സാഹചര്യം നിലവിൽ വന്നാൽ സ്വാഭാവികമായും പ്രചരണത്തിന് അവസരങ്ങൾ ലഭിക്കുകയില്ല. ഒരു മാസത്തിൽ താഴെ മാത്രമാണ് സമയമുള്ളത്. ഈ സമയം കൊണ്ട് ഓടിയെത്താൻ ഒരുപക്ഷെ എൽഡിഎഫ് സ്ഥാനാർത്ഥിക്കൊപ്പം ഓടിയെത്താൻ സാധ്യമല്ല. യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം ഗ്രേഡ് എ മണ്ഡലമെന്നും ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയും അല്ലെങ്കിൽ വയനാടൻ ജനതയ്ക്ക് നൽകിയ ഒരു ആശ നൽകിയിട്ട് പിന്നീട് അതിൽ നിന്ന് പിന്തിരിയുന്നൊരു സാഹചര്യവുമെല്ലാം നിലവിൽ വരികയാണെങ്കിൽ അത് മണ്ഡലത്തിൽ തന്നെ പ്രതികൂലമായി ബാധിച്ചേക്കാം. അത്ര എളുപ്പമായിരിക്കില്ല കാര്യങ്ങൾ എന്നൊക്കെ തന്നെയാണ് പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഇപ്പോഴും വയനാട് DCC ഈ രാഹുൽ ഗാന്ധിയുടെ വരവിനായുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. അവസാന നിമിഷമെങ്കിലും രാഹുൽ വയനാട്ടിലേക്ക് ഉണ്ടാകും എന്ന ഒരു ശുഭവാർത്ത അവർ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് DCC ഇപ്പോൾ പറയുന്നത് തങ്ങളിപ്പോഴും പ്രതീക്ഷയിൽ തന്നെയാണ്. ഇത് മാത്രമേ ഇനി തങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുലിൻ്റെ വരവ് തന്നെയാണ് ഈ ഒരു വയനാട് മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലുടനീളവും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുമെല്ലാം ഒരു തരംഗം സൃഷ്ടിക്കാനും കോൺഗ്രസിന് വലിയ മുന്നേറ്റം നടത്താനും അതുകൊണ്ട് സാധിക്കും. അതുകൊണ്ട് രാഹുൽ ഗാന്ധി വരുമെന്ന് തന്നെയാണ് DCC നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ആദ്യ ദിവസങ്ങളിൽ കണ്ട ആവേശം ഇപ്പോൾ DCC നേതാക്കളിലും കാണാനില്ല. മുജീബ് തുടരുക. മുഹമ്മദ് അസ്ലം ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. അസ്ലം, രാഹുൽ ഗാന്ധിയുടെ വരവിന്റെ കാര്യത്തിൽ അവർക്ക് വിവിധങ്ങളായ വിഷയങ്ങൾ പരിഗണിക്കേണ്ടതുണ്ടാവും. AICC അധ്യക്ഷന്റെ സ്ഥാനാർത്ഥിത്വമാണ്. സ്വാഭാവികമായും ഒരുപാട് ആലോചിച്ച ശേഷമേ തീരുമാനമെടുക്കാൻ കഴിയൂ. പക്ഷേ കേരളത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് എങ്ങനെയാണ് ഇതിനെ കാണാൻ കഴിയുക? ഇവർക്ക് സത്യത്തിൽ ഇവിടെ ഒരു പ്രതിസന്ധി ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ടോ? വയനാട് പോലെ ഒരു സീറ്റിൽ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രശ്നം. ഇനി അഥവാ രാഹുൽ ഗാന്ധി അല്ല വരുന്നത് എങ്കിൽ ഏറെ വിയർക്കേണ്ടി വരുമല്ലോ. സിദ്ദിഖ് അവിടെ പകരം വരികയാണ് എങ്കിൽ. വടകരയിലും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുമില്ല. 2 പ്രധാനപ്പെട്ട സീറ്റുകളിൽ പ്രഖ്യാപനം വൈകുകയാണ്. അപ്പോൾ ആധികാരികമായ ഒരു മുന്നോട്ട് പോക്ക് സാധ്യമല്ലാതെ വരുന്നു. അത് ചെറുതല്ലാത്ത പ്രതിസന്ധി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ? എങ്ങനെയാണ് KPCC അതിനെ കാണുന്നത്? നിഷാദ്, വടകരയുടെ കാര്യത്തിൽ ഒരു പ്രതിസന്ധി ഇല്ല എന്നാണ് KPCC നേതൃത്വം പറയുന്നത്. ഇക്കാര്യത്തിൽ വയനാടിനൊപ്പം പ്രഖ്യാപിക്കുന്ന ലിസ്റ്റിൽ ഉൾപ്പെടാൻ മാത്രമേ ആ ഒരു താമസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വടകരയിൽ K മുരളീധരൻ്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടും പ്രചരണവും വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ആശങ്കകൾക്കോ വഴിയില്ല എന്ന് തന്നെയാണ് KPCC നേതൃത്വം അറിയിക്കുന്നത്. അതേസമയം വയനാട് തീർച്ചയായും ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഇക്കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം അല്ലെങ്കിൽ ഒരു ആശയ വ്യക്തതയില്ലായ്മയോ അല്ലെങ്കിൽ അവ്യക്തതയും സ്വാഭാവികമായും നിലനിൽക്കുന്നുണ്ട്. അവസാന ഘട്ടത്തിലാണ് ഗ്രൂപ്പ് തർക്കങ്ങൾക്കും പിടിവലികൾക്കും ഒടുവിൽ ഏറ്റവും അവസാനമാണ് യഥാർത്ഥത്തിൽ ടി സിദ്ദീഖിൻ്റെ സ്ഥാനാർത്ഥിയിലേക്ക് വയനാട് എത്തിച്ചേരുന്നത്. അതിനെ തുടർന്ന് ടി സിദ്ദീഖ് രംഗത്തിറങ്ങി. 2ാം ദിവസമാണ് വീണ്ടും രാഹുൽ ഗാന്ധി വരുമെന്ന ഒരു സൂചനകളും അത്തരത്തിൽ അദ്ദേഹം തന്നെ പിന്മാറുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു സാങ്കേതികമായി കൺവെൻഷനുകളും മറ്റ് പരിപാടികളും നടക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു അനിശ്ചിത ഒരു ഫ്രീസ് അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു മരവിച്ച അവസ്ഥയിൽ തന്നെയാണ് വയനാട് മണ്ഡലമുള്ളത്. വയനാട് കോൺഗ്രസിന് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോട് ഒരു സ്ഥാനാർത്ഥി വിജയിക്കാൻ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കാൻ സാധ്യതയുള്ള
ഒരു മണ്ഡലം കൂടിയാണ്. ആ മണ്ഡലത്തിൽ ഒരു അനിശ്ചിതത്തിലേക്ക് നിർത്തുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി വരികയാണെങ്കിൽ ഈ വൈകൽ ഒരുപക്ഷെ അവർക്ക് പ്രശ്നമാവില്ല. കൂടുതൽ ആവേശം കേരളത്തിൽ മറ്റു മണ്ഡലങ്ങളും അലയടിക്കും. അതേസമയം രാഹുൽ ഗാന്ധി വന്നില്ല എങ്കിൽ വീണ്ടും ടി സിദ്ദീഖ് തന്നെ സ്ഥാനാർത്ഥിയാകേണ്ടി വരുമ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ ഉണ്ടാക്കി വെച്ച ഈ അനിശ്ചിതത്വം അല്ലെങ്കിൽ ഒരു ആശങ്കയും അഭ്യൂഹവുമെല്ലാം ഒരു തിരിച്ചടിയായിട്ട് വലിയ തോതിൽ അല്ലെങ്കിൽ പോലും ഒരു വെല്ലുവിളിയായി തന്നെ ആ മണ്ഡലത്തിൽ മാറുമെന്ന സൂചനകളും നേതാക്കൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തീരുമാനത്തിൽ എത്തിക്കാനുള്ള തീരുമാനം അറിയിക്കണമെന്നൊരു സന്ദേശമാണ് KPC നേതൃത്വം നൽകുന്നത്. അതോടൊപ്പം തന്നെ അത്തരമൊരു പ്രതീക്ഷയാണ് സംസ്ഥാന നേതൃത്വം പങ്കുവെക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ തീരുമാനം മാത്രമാണ് കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്നോ നാളെയോ ആ തീരുമാനം ഉണ്ടാവുമെന്നവർ പ്രതീക്ഷിക്കുന്നു. അത്തരമൊരു തീരുമാനം എന്തായാലും രണ്ടായാലും പോലും ഒരു തീരുമാനം വളരെ വേഗത്തിൽ വേണമെന്ന ആവശ്യമാണ് സംസ്ഥാന നേതാക്കൾ വയ്ക്കുന്നത്. കാരണം മറ്റെല്ലാ മണ്ഡലങ്ങളിലും സാധാരണഗതിയിലും വ്യത്യസ്തമായി അല്ലെങ്കിൽ LDF നിന്നും വളരെ കുറച്ച് പിറകിലായിട്ടാണ് സ്ഥാനാർത്ഥികൾ പോകുന്നത്. LDFിൻ്റെ കൺവെൻഷനുകൾ കഴിഞ്ഞു. അവരുടെ കുടുംബയോഗങ്ങളിലേക്കും സ്ക്വാഡ് പ്രവർത്തനങ്ങളിലേക്കും അവർ കടന്നിരിക്കുന്നു. അതേസമയം കൺവെൻഷനുകൾ 30-ാം തീയതിക്കകം മാത്രമേ UDFിനെ സംബന്ധിച്ചിടത്തോളം പൂർത്തിയാകൂ. അതിനുശേഷമാണ് സ്ക്വാഡ് പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത്. അതായത് ഒരു പടി യഥാർത്ഥത്തിൽ പ്രചരണ രംഗത്ത് തന്നെ UDF പിന്നിലാണ്. അതിനിടയ്ക്ക് ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ഒരു അവ്യക്തതയും അനിശ്ചിതത്വം നിലനിൽക്കുന്നത് ആ മണ്ഡലത്തെ വളരെയേറെ പ്രചരണം പിറകിലാക്കും. പ്രത്യേകിച്ച് വയനാട് വളരെ വിശാലമായ ഒരു മണ്ഡലമാണ്. വ്യത്യസ്ത 3 ജില്ലകളായി പരന്നു കിടക്കുന്ന ഒരു മണ്ഡലം. അതുകൊണ്ട് തന്നെ പ്രചാരണത്തിന് കൂടുതൽ സമയം യഥാർത്ഥത്തിൽ വേണ്ട ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഈ അവ്യക്തത നീട്ടണം, അനിശ്ചിതത്വം ഒഴിവാക്കണം എന്നൊരു ആവശ്യമാണ് അല്ലെങ്കിൽ അത്തരമൊരു ആഗ്രഹമാണ് KPC നേതൃത്വം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ നമ്മുടെ ടെലിഫോൺ സണ്ണിക്കുട്ടി എബ്രഹാം, വയനാട്ടിൽ ഈ അനിശ്ചിതത്വം ഇങ്ങനെ തുടരുന്നത് UDFിന് ഏതെങ്കിലും ഒരു നിലയ്ക്ക് പ്രതിസന്ധി ഉണ്ടാക്കും, പിന്നോട്ട് പോക്കുണ്ടാക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ താങ്കൾ? ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, താങ്കൾ കേൾക്കുന്നുണ്ടോ? ഹലോ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഈ വയനാട്ടിലെ അനിശ്ചിതത്വം ഇങ്ങനെ തുടരുന്നത് UDFിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം, വിശ്വാസ്യതാ പ്രശ്നം അല്ലെങ്കിൽ പ്രചരണത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തത് അവരെ കുറച്ച് പിന്നോട്ടടിക്കുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? എന്നെ കേൾക്കാമോ? കേൾക്കാം സർ, പറയൂ. തീർച്ചയായും വയനാട്ടിൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ഒരു അനിശ്ചിതത്വം തുടരുന്നത് അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ വേഗതയെ വലിയ തോതിൽ ബാധിക്കും എന്ന് ഞാൻ കരുതുന്നു. കാരണം നേരത്തെ റിപ്പോർട്ടർ പറഞ്ഞതുപോലെ ഇത് 3 ജില്ലകളിലായി പരന്നു കിടക്കുന്ന എത്തിപ്പെടാൻ വളരെ പ്രയാസമുള്ള വലിയ മലയോര പ്രദേശങ്ങൾ അടങ്ങുന്ന ഒരു മണ്ഡലം. അപ്പൊ അവിടെ സ്ഥാനാർത്ഥിക്ക് എത്താൻ തന്നെ ആവശ്യത്തിന് സമയം വേണം. അപ്പോൾ അത് ലഭിക്കുന്നില്ലെങ്കിൽ അതായത് ഇപ്പോ രാഹുൽ ഗാന്ധി വരുന്നില്ല, സിദ്ദീഖ് തന്നെ വീണ്ടും അവിടെ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും 1 എന്ന് തുടങ്ങേണ്ടി വരും. ഇപ്പോൾ മറ്റെല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്ഥാനാർത്ഥികളും അവരുടെ കൺവെൻഷനുകളൊക്കെ ആദ്യ കൺവെൻഷനുകളൊക്കെ പൂർത്തിയാക്കി നിയോജകമണ്ഡലം കൺവെൻഷനിലേക്കൊക്കെ നീങ്ങുന്നു. സ്ഥാനാർത്ഥികൾ ആളുകളെ കണ്ടു തുടങ്ങി. അപ്പൊ ഇപ്പോൾ അതൊന്നും ചെയ്യാൻ മേലാത്തൊരു സാഹചര്യമാണ് സിദ്ദീഖിനെ സംബന്ധിച്ചോളം അവിടെയുള്ളത്. രാഹുൽ ഗാന്ധി വഴിയാണെങ്കിൽ ചിത്രം മാറും. ഇപ്പൊ രാഹുൽ ഗാന്ധി എല്ലാ മണ്ഡലങ്ങളും സന്ദർശിക്കണമെന്നോ എല്ലായിടത്തും പോകണമെന്നൊന്നും പറയേണ്ട കാര്യം വരില്ല. രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോഴത്തെ സിറ്റുവേഷൻ വേറെയാണ്. പക്ഷെ സിദ്ദീഖാണ് മത്സരിക്കുന്നത്. വീണ്ടും സിദ്ദീഖിലേക്കാണ് സ്ഥാനാർത്ഥിത്വം വരുന്നെങ്കിൽ ഈ ദിവസ നഷ്ടങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് അത്ര നല്ലതല്ല, വളരെ ദോഷകരമാണ്. നല്ലതല്ല, വളരെ ദോഷകരമാണ്. അതുകൊണ്ട് ഇനിയുമെങ്കിലും സമയം വൈകാതെ അവരുടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതാണ് അവരുടെ തെരഞ്ഞെടുപ്പ് വിജയ സാധ്യതകൾക്ക് നല്ലത്. സണ്ണിക്കുട്ടി എബ്രഹാം, നോക്കൂ, ഇവിടെ ഇന്നിപ്പോൾ ജയ്പൂരിലേക്ക് പോവുകയാണ് രാഹുൽ. ഇന്നൊരു തീരുമാനം ഉണ്ടാവുമെന്ന് വിചാരിക്കുക വയ്യ. ഇനിയും 29 ദിവസം കൂടിയേ ഉള്ളൂ നമ്മൾ ഇവിടെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ. വയനാട് അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ്. കേരളത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഉന്നതസ്ഥാനീയരായ നേതാക്കൾ AICCയിൽ ഉണ്ട് താനും. അപ്പോൾ അവർക്ക് ഇവിടെ ഈ KPCC നേരിടുന്ന, ഇവിടുത്തെ UDF ക്യാമ്പ് നേരിടുന്ന പ്രശ്നങ്ങൾ പരിഗണിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നത്തിലാണോ അവരുള്ളത്, അതോ അതിനേക്കാൾ വലിയ സീരിയസ് ആയ ഇഷ്യൂസ് അവിടെ നിൽക്കുന്നു എന്നാണോ? അല്ല നിഷാദ്, ഇപ്പൊ 28-29 ദിവസങ്ങൾ എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മതിയായ ദിവസമാണ്. പക്ഷേ ഇത് വയനാട്ടിലെ കാര്യം മാത്രം ചർച്ച ചെയ്യുമ്പോൾ ചിത്രം വേറെയാവുകയാണ്. മറ്റ് മണ്ഡലങ്ങളില് UDFും LDFും ഒക്കെ വളരെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ മാത്രം അത് തടസ്സപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നിപ്പോ രാഹുല് ജയ്പൂരിലേക്ക് പോയാലും ഒരു തീരുമാനം, പോസിറ്റീവായ ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റൊക്കെ പിന്നെ വന്നാൽ മതി. വടകരയിലും ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ മുരളി വളരെ മുന്നോട്ട് പോയി 1-ാം തീയതി പത്രിക സമർപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ പറ്റും. അവിടെ കേന്ദ്രത്തിൽ കോൺഗ്രസ് നേതാക്കളുണ്ട്, അവരിതിനകത്ത് ഇടപെടേണ്ടതാണ്, അവർ ഇടപെടുന്നുണ്ടാവും.
പക്ഷെ ഇവിടെ മറ്റൊരു കാര്യമുള്ളത്, കോൺഗ്രസിലെ തന്നെ ചില നേതാക്കൾ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം മത്സരിക്കുന്നത് കോൺഗ്രസിന് ഒരു മൊത്തത്തിലുള്ള ഒരു വിശാലാടിസ്ഥാനത്തിൽ നല്ലതല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇവിടെ രാഹുൽ ഗാന്ധി വരുമെന്ന് പറഞ്ഞത് തന്നെ ഒരു ശരിയായ വസ്തുത അടിസ്ഥാനത്തിലല്ലെന്ന് വാദിക്കുന്നത്, അവിടെയൊക്കെ പിന്നിൽ അവർക്ക് താല്പര്യങ്ങളുണ്ടാവും. പക്ഷേ അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഞാൻ മീഡിയ വണിൽ തന്നെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി വരാതിരിക്കാൻ മറ്റ് സഖ്യകക്ഷികളെ ഉപയോഗിച്ചുപോലുള്ള വലിയ സമ്മർദ്ദങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന DMK നേതാക്കൾ പോലും ഇതിനകം ഇടപെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ തീരുമാനം വൈകുന്നത്. അതുകൊണ്ട് ഒന്നുകിൽ മത്സരിക്കുന്നു എന്ന് പറയാ, അല്ലെങ്കിൽ മത്സരിക്കുന്നില്ല എന്ന് പറയാ, സിദ്ദിഖെങ്കിലും പ്രചാരണ രംഗത്ത് സമയത്ത് ഇറങ്ങട്ടെ. അത് അങ്ങനെ ഒരു തീരുമാനമാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. സമയബന്ധിതമായ തീരുമാനം വേണമെന്ന അഭിപ്രായമാണ് താങ്കൾ പങ്കുവയ്ക്കുന്നത്. നന്ദി ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം. ജോസഫ് വാഴക്കൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ്. ജോസഫ് വാഴക്കൻ, എപ്പോഴത്തേക്കൊരു തീരുമാനമുണ്ടാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കുണ്ടോ? കോൺഗ്രസ് പ്രസിഡന്റ് മത്സരിക്കാൻ ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. അതിനായി മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന 1-2 കോൺസ്റ്റിറ്റ്യുവൻസികളിലൊന്നാണ് വയനാട്. ഇത്രയും വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ആ തീരുമാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. മറ്റൊരു മണ്ഡലത്തിലും ഒരു കൺഫ്യൂഷനും ഇല്ല, വടകരയിലും കൺഫ്യൂഷനൊന്നുമില്ല. അത് വടകരയിൽ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വരാൻ സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിക്കാൻ താമസിച്ചത് സ്ക്രീനിംഗ് കമ്മിറ്റി വടകരയിലേക്ക് ആദ്യം പേര് ആരുടെയും നിർദ്ദേശിച്ചിരുന്നില്ല. അതിന് സമയം ചോദിച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് എത്തിയാണ് ശ്രീ K മുരളീധരനിലേക്ക് എത്തിയത്. മുരളീധരൻ അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചത്. അക്കാര്യത്തിലൊന്നും ഒരു കൺഫ്യൂഷനും ഇല്ല. മുരളീധരൻ തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥി. പക്ഷെ അത് രണ്ടിന്റെയും വയനാട് ഈ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി കേരളത്തിന്റെ ഇനി വയ്ക്കുമ്പോൾ അടുത്ത ഊഴത്തിൽ വയനാടും വടകരയും ഒന്നിച്ചായിരിക്കും പുറത്ത് ലിസ്റ്റ് വരുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. വയനാടിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ പ്രസിഡന്റ് വരുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അല്ല, ഈ കാര്യത്തിൽ ഇപ്പൊ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു പ്രശ്നം, ഇനി പ്രസിഡന്റ് വന്നില്ല എന്ന് വിചാരിക്കുക, പകരം അവിടെ സിദ്ദിഖ് വീണ്ടും വരണമല്ലോ. സിദ്ദിഖിന് 1 മുതൽ തന്നെ വീണ്ടും തുടങ്ങേണ്ടി വരും. വലിയ മണ്ഡലമാണ്. നിങ്ങളുടെ എതിർ സ്ഥാനാർത്ഥി അവിടെ ആദ്യ റൗണ്ട് പൂർത്തിയാക്കി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അവിടുത്തെ പ്രവർത്തകർക്കിടയിൽ അത് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, അതിനെ നിങ്ങൾ പരിഗണിക്കുന്നില്ലേ ജോസഫ് വാഴക്കൻ? കാര്യമല്ല, പാർട്ടി പ്രവർത്തകര് എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് താഴെ തട്ടിൽ അവരുടെ സംവിധാനങ്ങളുമായിട്ട് നിൽക്കുകയാണ്. അതിനൊക്കെ 1 മണിക്കൂറിന്റെ കാര്യമുള്ള അതൊക്കെ നേരെ അത് ട്രാക്കിലേക്ക് കയറാൻ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഇഷ്ടംപോലെ സമയമുണ്ട്. 29 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ സമയമാണ്. അതുകൊണ്ട് അത് അത്തരത്തിലുള്ള കാരണം വളരെ സജീവമാണ് ഫീൽഡ്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ഏതാ എന്നുള്ളതിനെ കുറിച്ചല്ലാതെ അവിടെ ഫീൽഡിലൊക്കെ പാർട്ടി പ്രവർത്തകരും പാർട്ടി പ്രവർത്തനങ്ങളും ഈ ബൂത്തുകളുടെ മീറ്റിങ്ങുകളും അതെല്ലാം വളരെ സജീവമായി തന്നെ നിൽക്കുകയാണ്. അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് പിന്നെ പാർട്ടി പ്രവർത്തനത്തെ സംബന്ധിച്ച് അക്കാര്യത്തിൽ അവർക്കാർക്കും മറ്റാരുമില്ല. അവരെല്ലാവരും ആഗ്രഹിക്കുന്നു രാഹുൽ ഗാന്ധി. അത് കേരളം മുഴുവൻ ആഗ്രഹിക്കുന്നു, കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നു. അതുണ്ടാവട്ടെ എന്ന് മാത്രം ഞങ്ങളിപ്പോൾ ആശംസിക്കുകയാണ്. ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. നന്ദി സി ജോസഫ് വാഴക്കൻ. ഇപ്പോൾ CPK ബഷീർ MLA, ഏറനാട് MLA നമ്മളോടൊപ്പം ടെലിഫോണായിരുന്നു. CPK ബഷീർ, നിങ്ങൾ ആദ്യം ഈ രാഹുൽ ഗാന്ധി വരാൻ പോകുന്നുവെന്ന വാർത്ത വന്നപ്പോൾ വലിയ സ്നേഹാദരവോടെ സ്വീകരിച്ചവരാണ്. പക്ഷേ ഇപ്പോൾ അക്കാര്യത്തിൽ വലിയ അനിശ്ചിതത്വം തുടരുന്നു. വയനാട് മണ്ഡലത്തിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥിയെ മുൻനിർത്തി പ്രചരണം തുടങ്ങാൻ കഴിയാത്ത നിലയുണ്ട്. നിങ്ങളുടെ എതിർ സ്ഥാനാർത്ഥി കുറേ ദൂരം മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നു. ഒരു നിരാശ പടർന്നിട്ടുണ്ടോ നേരിയ തോതിലെങ്കിലും അവിടെ? നിരാശല്ല, ഒരു സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കാത്തതിനുള്ള ഒരു വിഷമമുണ്ട്. കാരണം രാഹുൽ ഗാന്ധി വരും പറഞ്ഞപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ വളരെ ആവേശത്തോടു കൂടിയായിരുന്നു എല്ലാവരും നിന്നിരുന്നതും. മുക്കത്തെ കൺവെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഞായറാഴ്ച അല്ലെങ്കിൽ ഇന്നലെ പ്രഖ്യാപനം വരുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു. അതുകൊണ്ട് ഒരു അനിശ്ചിതത്വം ഉണ്ട്. ഇല്ലാതെ വെറുതെ ഇല്ലാതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഒരു അനിശ്ചിതത്വം ഉണ്ട്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പെട്ടെന്ന് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് കോടതിയിലേക്ക് പോകണം. പിന്നെ എതിർ സ്ഥാനാർത്ഥി വളരെ മുൻപന്തിയിലും ഒന്നുമില്ല. കാരണം വയനാടിനെ സംബന്ധിച്ചിടത്തോളം UDF ഒരു ഉറച്ച കൊട്ടയാണ്. പക്ഷേ UDF പ്രവർത്തകന്മാർക്ക് ഒരു നിരാശ ഉണ്ടാകാൻ പാടില്ല. ആ നിലക്ക് കാര്യങ്ങളെ കോൺഗ്രസ് ഹൈക്കമാൻഡും UDF നേതൃത്വം കാണുന്നതാണ് എന്റെ അഭിപ്രായം. ഈ കാര്യത്തിൽ ഇന്നെന്തായാലും ഒരു തീരുമാനം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. MLA ഇന്നോ നാളെയൊക്കെ ആയിട്ട് ചിലപ്പോൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് അക്കാര്യത്തിൽ കൃത്യമായ ഒരു ധാരണയുണ്ടെന്ന് തോന്നുന്നില്ല. അതിൽ വൈകിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു മ്ലാനത ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ഒരു ആവേശത്തെ കെടുത്തിയിട്ടുണ്ടോ ഇപ്പൊ തീരുമാനം ഇങ്ങനെ നീണ്ടുപോകുന്നത്? തീരുമാനം നീണ്ടുപോകുന്നതിന് ചെറിയൊരു മ്ലാനത ഉണ്ടായിട്ടുണ്ട്, അത് സത്യമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പ്രവർത്തകരുടെ ആവേശത്തിൽ കുറവുണ്ട്. പ്രവർത്തകർക്ക് ഇനി ആവേശമല്ലെങ്കിൽ, കാരണം നമ്മളിപ്പോ ഒരു സ്ഥാനാർത്ഥി, ഇപ്പൊ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായി വരുന്ന പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഇങ്ങനെ ഈ പറയുന്ന മീഡിയ റിപ്പോർട്ടുകളും കാര്യങ്ങളും വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും ഒക്കെ ലൈവായിട്ട് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിന്റെ ഓരോ പ്രാവശ്യം ഓരോ നേതാക്കന്മാരുടെ ഓരോ കമന്റുകൾ വരുമ്പോൾ ഉള്ളൊരു അനിശ്ചിതത്വം, ഒരു ഉത്കണ്ഠയും എല്ലാവർക്കും ഉണ്ട്.
അത് സ്വാഭാവികമാണ്. വളരെ പ്രധാനപ്പെട്ട അവിടുത്തെ ഒരു നിങ്ങൾ ആ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയാണ്, വയനാട്ടിലെ തന്നെ പ്രധാനപ്പെട്ട കക്ഷികളാണ്. നിങ്ങൾക്ക് ആ കാര്യത്തിലുള്ള ആശയവിനിമയം ഉണ്ടായിട്ടില്ല KPCയിൽ നിന്ന്? എപ്പോ ഉണ്ടാവുന്ന കാര്യത്തിൽ നമ്മള് അവരുടെ നേതാക്കന്മാരായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായിട്ട് വരും തന്നെയാണ്. പിന്നെ കോൺഗ്രസ് അല്ലേ, അവർ ഐക്യമായിട്ടും കാര്യങ്ങളും, പിന്നെ കോൺഗ്രസിന്റെ ഒരു അഖിലേന്ത്യാ അധ്യക്ഷൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ അവർക്ക് എല്ലാ വശങ്ങളും കൂടി ആലോചിക്കേണ്ടതുണ്ടാവുമല്ലോ. അതിന്റെ ഒരു സ്വാഭാവിക ഒരു വൈകലാണെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ എത്രയും വേഗം സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചു പോകണം. കാരണം 3 ദിവസം 4 ദിവസമായിട്ട് ഇപ്പോൾ ഒരു അനിശ്ചിതത്വം ഇവിടെ തുടരുന്നുണ്ട്. നന്ദി CPK ബഷീർ താങ്കളുടെ പ്രതികരണത്തിന്. മുഹമ്മദ് അസ്ലം തുടരുന്നു. അസ്ലം, അവിടുത്തെ MLA കൂടിയായ PK ബഷീർ പറയുന്നത് ഒരു മ്ലാനത ഉണ്ടായിട്ടുണ്ട്, ഒരു അനിശ്ചിതത്വവും ഒരു ആവേശക്കുറവും ഒക്കെ അണികൾക്കിടയിൽ വല്ലാതെ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അത് മുന്നണിക്കകത്ത് സീരിയസ് ആയി ഫോം ചെയ്ത് തുടങ്ങുന്ന ഒരു പ്രശ്നമാണോ അസ്ലം? ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അത്ര ഒരു പ്രശ്നം എന്ന രീതിയിലേക്ക് കാണില്ല. അതേസമയം ഈ പ്രശ്നം എത്രയും പെട്ടെന്ന്, ഈ അനിശ്ചിതത്വം എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം എന്നുള്ളൊരു ആവശ്യം സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇക്കാര്യത്തിൽ സ്വകാര്യമായി തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയാണ് ഈ വൈകലിന് ശേഷം വരുന്നതെങ്കിൽ അക്കാര്യത്തിലൊരു പ്രശ്നവുമില്ല, വളരെ പെട്ടെന്ന് തന്നെ എല്ലാ ആവേശവും തിരിച്ചു പിടിക്കാൻ കഴിയും. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി വരുന്നില്ല എന്നൊരു തീരുമാനമാണ് വൈകലിന് ശേഷം വരികയാണെങ്കിൽ സ്വാഭാവികമായും ഈ ദിവസത്തെ വൈകൽ ഒരു സ്വാഭാവികമായിട്ടും ഒരു വേഗത കുറവും അതോടൊപ്പം തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ഒരു മന്ദതയ്ക്കുള്ള അല്ലെങ്കിൽ ഒരു ആവേശക്കുറവിന് കാരണമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് രാഹുൽ ഗാന്ധി ആണെങ്കിൽ രാഹുൽ ഗാന്ധി, അല്ലെങ്കിൽ ടി സിദ്ദീഖ് എന്ന കാര്യത്തിലേക്ക് ഒരു തീരുമാനം വേണമെന്നൊരു ഒരു ആവശ്യം ഒരു ഇത് തന്നെയാണ് സ്വാഭാവികമായും കോൺഗ്രസും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ മറ്റ് ഘടകകക്ഷികളും വെക്കുന്നത്. ഇത് ഈ ഒരു മണ്ഡലത്തെ മാത്രം ഒരു മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അനിശ്ചിതത്വം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ കാരണം ഒരു മണ്ഡലത്തിൻ്റെ കാര്യം മാത്രമല്ല, രാഹുൽ ഗാന്ധി വരികയാണെങ്കിൽ 20 മണ്ഡലത്തെയും പ്രചരണങ്ങളിലെയും രീതി തന്നെ അല്ലെങ്കിൽ ആവേശം തന്നെ മാറും. രാഹുൽ ഗാന്ധി വരുമെന്ന സൂചനകൾ തന്നെ അത്തരമൊരു ആവേശം പ്രകടമാണ്. രാഹുൽ ഗാന്ധി ഈ ഒരു ഇതിന് ശേഷം വരില്ല എന്നാണ് വരികയാണെങ്കിൽ സ്വാഭാവികമായും ആ ആവേശത്തിന് കുറച്ച് കുറവുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഇടതുപക്ഷം സജീവമായി തന്നെ രാഹുൽ ഗാന്ധി വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരുടെ പ്രചരണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ്റെ രീതി അവർ മാറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ രാഹുൽ വരില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും നല്ല ക്യാമ്പയിൻ സ്ട്രാറ്റജി ഉള്ള അല്ലെങ്കിൽ പ്രചരണ ശേഷിയുള്ള ഇടതുപക്ഷം കുറച്ച് കൂടുതൽ രൂക്ഷമായി തന്നെ UDF ആക്രമിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ഇതെല്ലാം കണക്കെടുത്തുകൊണ്ട് ഈ അനിശ്ചിതത്വം ഒഴിവാക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പൊതുവെ UDF ഉയരുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രശ്നമായിട്ട് അതിനെ ഉയർത്തിക്കൊണ്ടുവരാനോ മറ്റോ ആരും ആഗ്രഹിക്കുന്നില്ല. ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കി അനിശ്ചിതത്വം ഒഴിവാക്കി മുന്നോട്ട് പോകണമെന്നൊരു പൊതുവായ ആവശ്യം പരസ്പരം നേതാക്കൾ പങ്കുവയ്ക്കുന്നുമുണ്ട്. ഇൻഷാ അല്ലാഹ്.